നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി ചുട്ടുപൊള്ളി കേരളം. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. ഇത്തവണ ഫെബ്രുവരി മുതൽ തന്നെ വേനലിന് സമാനമായ ചൂട് സംസ്ഥാനത്ത് ലഭിച്ചിരുന്നു. ഈ വർഷം ഏറ്റവും ഉയർന്ന താപനിലയായ 42 ഡിഗ്രി സെൽഷ്യസ് കണ്ണൂരിലാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ദുരന്ത നിവാരണ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ 54 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് അനുഭവപ്പെട്ടു. ഫെബ്രുവരി മാസം മുതൽ തന്നെ വേനലിന് സമാനമായ കനത്ത ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടു തുടങ്ങി. തുടർച്ചയായ ദിവസങ്ങളിൽ കണ്ണൂർ, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എത്തി. രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന താപനില ദിവസങ്ങളോളം കേരളത്തിലായിരുന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കണ്ണൂർ എയർപോർട്ടിൽ താപനില എത്തി. താപനിലയും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവും അനുഭവപ്പെടുന്ന ചൂടിന്റെ അളവ് മാറും. ദുരന്ത നിവാരണ അതോറിറ്റി ഹീറ്റ് ഇൻഡെക്സ് പ്രകാരം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ 54 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു ചൂട് അനുഭവപ്പെട്ടത്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലും കനത്ത ചൂട് ലഭിച്ചു. 2023 ആരംഭിച്ച ശേഷം ഉയർന്ന താപനിലയിൽ ഏറ്റവും കൂടുതൽ ദിവസവും സാധാരണയിൽ കൂടുതൽ വർധനവുണ്ടായത് കോട്ടയം, കോഴിക്കോട് ജില്ലകളിലായിരുന്നു. കഴിഞ്ഞ 70 ദിവസത്തിൽ 67 ദിവസവും 2 ജില്ലകളിലും സാധാരണയിൽ കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലും സാഹചര്യം വ്യത്യസ്തമല്ല. എന്നാൽ പൊതുവെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്താറുള്ള പാലക്കാട് ജില്ലയിൽ ഈ വർഷം സാധാരണയിൽ കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് ആകെ 9 ദിവസം മാത്രമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പത്തനംതിട്ട, കോന്നി, പ്രമാടം പഞ്ചായത്തുകളിൽ കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ തുറന്നുവിടാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കിണറുകളും ചെറുകിട കുടിവെള്ള പദ്ധതികളും വറ്റിയതോടെയാണ് നാട് വെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്. കോന്നി, പ്രമാടം പഞ്ചായത്ത് നിവാസികളാണ് കുടിവെള്ളം കിട്ടാതെ വലയുന്നത്. കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ തുറന്നുവിടാത്തതാണ് ദുരിതം ഇരട്ടിയാകാൻ കാരണം. വേനൽ രൂക്ഷമായതോടെ കിണറുകളും ചെറുകിട കുടിവെള്ള പദ്ധതികളും വറ്റി. ഇതോടെ പലരും കനാൽ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. ചിലയിടങ്ങളിൽ കനാൽ തുറന്നുവിട്ടിട്ടുണ്ടെങ്കിലും കനാൽ വൃത്തിയാക്കാത്തതിനാൽ വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ഏതാണ്ട് 20-ലധികം ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ, ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ. ആ ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ വരൾച്ചാ കാലത്ത് KP കനാൽ തുറന്നുവിടുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ഉറവിടത്തിൽ, സ്രോതസ്സിൽ വെള്ളം എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കനാൽ കൃത്യമായി തുറന്നുവിടാത്ത സാഹചര്യത്തിൽ ആ ചെറുകിട കുടിവെള്ള പദ്ധതികളുടെയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കനാൽ തുറന്നുവിട്ടാൽ പ്രദേശത്തെ കിണറുകളിലും കുടിവെള്ള പദ്ധതികളിലും വെള്ളമെത്തും. ഇത് ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സഹായിക്കും. കനാലിലെ മാലിന്യങ്ങളും കാടുകളും നീക്കം ചെയ്യാത്തതും വെള്ളമെത്തുന്നതിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. മുൻവർഷങ്ങളിൽ വേനൽ രൂക്ഷമാകുന്നതിന് മുൻപ് കനാൽ തുറന്നുവിട്ടാണ് പ്രമാടം, വള്ളിക്കോട് പഞ്ചായത്തുകളിൽ ജലക്ഷാമത്തിന് പരിഹാരം കണ്ടിരുന്നത്. പരാതികൾ വ്യാപകമായതോടെ ചിലയിടങ്ങളിൽ കനാൽ തുറന്നുവിട്ടെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളം ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പുകൾ പൊട്ടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളായി. കാസർഗോഡ് നഗരത്തിലും വിദ്യാനഗർ, അണങ്കൂർ, നുള്ളിപ്പാടി എന്നിവിടങ്ങളിലുമാണ് പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നത്. 6 വരി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണത്തിനിടെയാണ് പൈപ്പുകൾ തകരുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാതായതോടെ പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. 3000 ലിറ്റർ വെള്ളത്തിന് 1200 രൂപ വരെയാണ് ഈടാക്കുന്നത്. ബാവിക്കരയിലെ ജല അതോറിറ്റി പദ്ധതി പ്രദേശത്ത് ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും പൈപ്പ് പൊട്ടുന്നത് വിതരണത്തെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വെള്ള സപ്ലൈ ഇല്ല. അതിൻ്റെ കാരണം എന്തെന്ന് അറിയുന്നില്ല. അവിടെ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളില്ല. ഇതുപോലെ തുടർന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. വെള്ളം ലോറിയിൽ ഇറക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉടനെ എന്തെങ്കിലും പരിശ്രമം PHED സൈഡിൽ നിന്ന് ഉണ്ടാവണമെന്ന് ഒരു അപേക്ഷയാണ്. വെള്ളമില്ലാത്തത് വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിച്ചു. അതേസമയം കരാറുകാരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. ന്യൂസ് 18 കാസർഗോഡ്.
കണ്ണൂർ തളിപ്പറമ്പ് നാഷണൽ ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ചെങ്കല്ലുകൾ അടക്കി വെച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. 7-ാം മൈൽ പെട്രോൾ പമ്പിന് എതിർവശത്തായാണ് സ്വകാര്യ വ്യക്തി കല്ലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. 3 മാസം മുൻപാണ് റോഡിനോട് ചേർന്ന് ഇത്തരത്തിൽ കല്ലുകൾ ഇറക്കിയത്. നിർമ്മാണ പ്രവൃത്തികൾ നടത്താനായിരിക്കുമെന്നാണ് ആദ്യം നാട്ടുകാർ കരുതിയത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കല്ലുകൾ നീക്കം ചെയ്യാൻ സ്വകാര്യ വ്യക്തി തയ്യാറായില്ല. ഈ ഭാഗത്ത് തണലുള്ളതിനാൽ ചില വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടുന്നത് പതിവായിരുന്നു. അതൊഴിവാക്കാനാണ് നിയമവിരുദ്ധമായി ഇവിടെ കല്ലുകൾ അടുക്കി വെച്ചതെന്നാണ് ഡ്രൈവർമാരുടെ ആരോപണം. പമ്പിലൊരു തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പമ്പിൽ നിന്ന് എണ്ണ അടിക്കുക, വണ്ടി ഒന്ന് പുറത്തെടുത്ത് വെക്കുക എന്നുള്ളതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അതോ എന്തെങ്കിലും ഒരു ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം വണ്ടി നീക്കാനോ പിടിക്കാനോ പോലും ഈ സംഭവം ഇവിടെ കിടക്കുന്നതുകൊണ്ട് നടക്കുന്നത്. ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് പിന്നെ മൺകൂനിയാണ് അന്നേരം ഉണ്ടായിരുന്നത്. അത് പിന്നെ കാലക്രമേണ അങ്ങനെ അങ്ങ് പോയി. ഇതൊരിപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഹൈവേ ഓരത്ത് കല്ലുകൾ അടുക്കി വെച്ചതോടെ കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിനു മുമ്പും ഇവിടെ മണ്ണ് കൂട്ടിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടന്നതായി ആരോപണമുണ്ട്. പെട്രോൾ പമ്പിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന വലിയ വാഹനങ്ങൾ കല്ലിന് സമീപത്ത് കൂടി ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. കല്ലുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ ഹൈവേ അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ന്യൂസ് 18 തളിപ്പറമ്പ്. ഇടുക്കി ശാന്തൻപാറയിലെ ചന്നക്കടവ് പാലം പുതുക്കി നിർമ്മിക്കാൻ നടപടിയില്ല. വീതിക്കുറവും പാലത്തിന്റെ കാലപ്പഴക്കവും അപകട ഭീഷണി ഉയർത്തുകയാണ്. നിരവധി വാഹനങ്ങൾ മുൻപ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട്. കുമളി മൂന്നാർ പാതയുടെ നിർമ്മാണ കാലയളവിൽ പണികഴിപ്പിച്ച ചന്നക്കടവ് പാലത്തിന് 6 പതിറ്റാണ്ട് പഴക്കമുണ്ട്. ഈ പാതയിലെ ഏറ്റവും പഴക്കം ചെന്ന പാലവും ഇതാണ്. വീതി കുറവിനൊപ്പം കാലപ്പഴക്കത്താൽ കൈവരികൾ തകർന്നതുമൂലം ഇവിടെ അപകടങ്ങൾ പതിവാണ്. നിരവധിയായ സഞ്ചാരികൾ ഉൾപ്പെടെ വാഹനങ്ങൾ അതിലെ കടന്നു പോകുന്നതാണ്. എന്നാൽ മിക്ക ദിവസത്തും അവിടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അധികാരികൾ കണ്ട പോലും കാണിക്കുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ആ പാലം പുതുക്കി പണിയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് നാട്ടുകാരുടെ ആവശ്യമായും എന്റെ ആവശ്യമായിട്ട് പറയും. വിനോദസഞ്ചാരികളുടേതടക്കം നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നുപോകുന്നത്. കുമളി മൂന്നാർ പാതയിലെ മറ്റു പ്രധാന പാലങ്ങളെല്ലാം വീതി കൂട്ടി പുതുക്കി നിർമ്മിച്ചു. ഇരുവശങ്ങളിലും കൊടും വളവുകളുള്ള ചന്നക്കട പാലം മാത്രം പുനർനിർമ്മിക്കാൻ നടപടി വൈകിപ്പിക്കുകയാണെന്നാണ് ആരോപണം. ന്യൂസ് 18 നെടുങ്കണ്ടം. വയനാട് മാനന്തവാടി താലൂക്കിലെ തലപ്പുഴ മക്കിമലയിലെ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് അനധികൃത മരമുറിയെന്ന് പരാതി. ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിലാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വകാര്യ തോട്ടത്തിൽ നിന്നും മരം മുറിക്കുന്നതായി പരാതി ഉയർന്നത്. മഹാപ്രളയത്തിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണിവിടം. 2 പേർ മരിക്കുകയും ചെയ്തു. തുടർന്ന് 30ഓളം കുടുംബങ്ങളെ ഈ പ്രദേശത്തു നിന്ന് സർക്കാർ നഷ്ടപരിഹാരം നൽകി കുടിയൊഴിപ്പിച്ചു. ഇതിന് സമീപത്തായാണ് ഇപ്പോൾ വ്യാപക മരമുറി. മരമുറിക്കുന്ന സ്ഥലത്തിന് തൊട്ടുമുകളിലുള്ള കുന്നിൽ 2018 വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ജില്ലാ ദുരന്ത നിവാരണ സമിതി സ്ഥലം സന്ദർശിക്കുകയും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതുമാണ്. പരിസ്ഥിതി ദുർബല പ്രദേശത്തെ മരമുറി കൂടുതൽ ദുരിതവും ആശങ്കയുമാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ മുകളിൽ പ്രകൃതി ദുരന്ത നിവാരണ സേനയുടെ ഒരു സർവേ പ്രകാരം ഭൂമി വിള്ളലും അതോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ട് താഴെ 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ സംഭവം. പ്രകൃതി ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന അല്ലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾ അധിവസിക്കുന്ന ഈ ഒരു നാട്ടിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇനി ഒരവസരത്തിൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അധികാരിവർഗം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് സംബന്ധിച്ച് റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 വയനാട്. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൈതൃക കെട്ടിട നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന പരാതിയിൽ പരിശോധന. നഗരസഭയിലും സ്കൂളിലും പരിശോധന നടത്തി. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട നഗരസഭാ രേഖകളും പരിശോധിച്ചു. പരിശോധന സംബന്ധിച്ച് റിപ്പോർട്ട് ഓംബുഡ്സ്മാന് നൽകുമെന്ന് നഗരകാര്യ റീജിയണൽ ജോയിന്റ് ഡയറക്ടറുടെ ചുമതലയുള്ള PT പ്രസാദ് പറഞ്ഞു. ഇടുക്കി പീരുമേട് വളഞ്ഞാങ്ങാനത്ത് കുരങ്ങ് ശല്യം രൂക്ഷമാണ്. കൂട്ടമായി എത്തുന്ന കുരങ്ങന്മാർ നാട്ടുകാരെ ആക്രമിക്കുന്നതായും വ്യാപാരശാലകൾക്ക് കേടുവരുത്തുന്നതായും പരാതിയുണ്ട്. കോട്ടയം കുമളി സംസ്ഥാന പാതയിലെ വളഞ്ഞങ്ങാനം നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനോഹരമായ പ്രദേശമാണ്. സംസ്ഥാന പാതയിലെ ദീർഘമായ യാത്രക്കിടയിൽ ആളുകൾ ഇവിടെ വിശ്രമിക്കാറുണ്ട്. ഉപജീവനത്തിനായി ധാരാളം പേർ ഇവിടെ വഴിയോര കച്ചവടവും നടത്തുന്നു. ഇവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കുരങ്ങന്മാർ വരുത്തുന്നത്. ആളുകളെ കൂട്ടമായി ഉപദ്രവിക്കും.
കച്ചവടക്കാരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതും പതിവാണ്. ഒരാളിനൊരു പാർസൽ മേടിച്ചിട്ട് പോകാൻ പറ്റില്ല, അവൻ പിടിച്ച് പറിച്ചോണ്ട് പോകും. ഒരു കടി മേടിച്ച് തിന്നുകൊണ്ട് പോയാൽ പിള്ളേരായാലും ആണുങ്ങൾ വലിയവരായാലും അതെല്ലാം തട്ടിപ്പറിച്ചോണ്ട് പോകും, കിട്ടത്തില്ല. മഴക്കാലത്ത് രൂപപ്പെടുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് വളഞ്ഞങ്കാനത്തെ പ്രധാന കാഴ്ച. പ്രദേശത്ത് കുരങ്ങ് ശല്യം രൂക്ഷമായതോടെ യാത്രക്കാർക്ക് അധിക നേരം ചെലവിടാൻ കഴിയാറില്ല. ന്യൂസ് 18 പീരുമേട്. കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി സർക്കാർ നടപ്പാക്കുന്ന കൂട് പദ്ധതിക്ക് ഇടുക്കിയിൽ തുടക്കം. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തോട്ടം മേഖലയിലേതടക്കം കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് കൂട് പദ്ധതി. പീരുമേട് താലൂക്കിലെ ലയങ്ങളിൽ താമസിക്കുന്ന 5 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പകൽ സംരക്ഷണം നൽകുവാനാണ് കൂട് പദ്ധതി നടപ്പിലാക്കുന്നത്. വണ്ടിപ്പെരിയാറിലാണ് സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതി തുടങ്ങുക. വാഴൂർ സോമൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ നല്ലതമ്പി, അരണക്കൽ, കുമളി പഞ്ചായത്തിലെ അട്ടപ്പള്ളം കോളനി, ഏലപ്പാറ, കോഴിക്കാനം, 279 ഡിവിഷൻ അങ്കണവാടി എന്നിവിടങ്ങളിലാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. രക്ഷിതാക്കൾ ജോലിക്ക് പോകുമ്പോഴും സ്കൂൾ അവധി ദിവസങ്ങളിലും കേന്ദ്രത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. ന്യൂസ് 18 പീരുമേട്. കാസർഗോഡ് ഒളവറ സംഖ്യത ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികൾക്കായി ഒരുക്കിയ ഷോപ്പിംഗ് കാർണിവൽ ശ്രദ്ധേയമായി. കുട്ടികളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർണിവൽ സംഘടിപ്പിച്ചത്. സ്കൂൾ മുറ്റത്താണ് വിൽപ്പന സ്റ്റോളുകൾ ഒരുക്കിയത്. കച്ചവടക്കാരും ഉപഭോക്താക്കളും കുട്ടികൾ തന്നെ. ആശയവിനിമയം ഇംഗ്ലീഷിലായിരുന്നുവെന്ന് മാത്രം. ഇംഗ്ലീഷ് ഭാഷയിലൂടെ കണക്കും കച്ചവടവും പരിശീലിപ്പിക്കുകയായിരുന്നു പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത്. സ്കൂളിൽ ഇങ്ങനെയും പരിപാടി നടക്കുന്ന സമയത്ത് ഒരു ഷോപ്പ് എങ്ങനെയാണ് നടത്തുക, പൈസ എന്നുള്ള അതിൻ്റെ വാല്യൂ എന്താണ്, പിന്നെ ആ ഇൻട്രാക്റ്റിംഗ് ഇതൊക്കെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ് സെയിലിൻ്റെ കുട്ടികളും എല്ലാവരും വരുന്നവരൊക്കെ സംസാരിക്കുന്നുള്ളത്. അതൊക്കെ ശരിക്കും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് സഹായിക്കും. മൊത്തത്തിലൊരു കുട്ടി പഠിക്കുന്ന കാര്യം എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം റിയൽ ലൈഫിൽ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കുട്ടികൾക്ക്. സർവശിക്ഷ കേരള ചെറുവത്തൂർ BRC ഇല പരിപാടിയുടെ ഭാഗമായാണ് ഒളവറ സംഗീത ഗവൺമെന്റ് UP സ്കൂളിൽ ഇംഗ്ലീഷ് കാർണിവൽ സംഘടിപ്പിച്ചത്. പഴം, പച്ചക്കറി, പലഹാരം, ഫാൻസി, ടീ സ്റ്റോൾ, ജ്യൂസ് കോർണർ, മത്സ്യം, അലങ്കാര മത്സ്യം, ഗെയിം സോൺ തുടങ്ങിയ സ്റ്റോളുകൾ കുട്ടികൾ തയ്യാറാക്കിയിരുന്നു. രക്ഷിതാക്കളുടെ സഹായത്തോടെയായിരുന്നു വിൽപ്പന സ്റ്റോളുകൾ ഒരുക്കിയത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. സഞ്ചാരികളെ വരവേൽക്കാൻ കോഴിക്കോട്ടെ ഉരുതൂക്കിമല. പ്രകൃതിയെ അടുത്തറിയാവുന്ന മലയോര കാഴ്ചകളാണ് ഉരുതൂക്കിയുടെ പ്രത്യേകത. മലമുകളിലെത്തിയാൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ കാഴ്ചകൾ അതിശയിപ്പിക്കും. മഞ്ഞു പുതച്ച മലനിരകൾ, പാറക്കെട്ടിലിരുന്ന് വിശാലമായ ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാം. കിഴക്കൻ മലയോര മേഖലയായ നരിപ്പറ്റയിലെ ഉരുതൂക്കിമല വിനോദസഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഇടമാണ്. യാത്ര അല്പം ബുദ്ധിമുട്ടേറിയതാണ്. പക്ഷേ മലമുകളിലെത്തിയാൽ കാഴ്ചകൾ അതിശയം വിതറും. 2 ജില്ലകളിലെ പ്രധാന പ്രദേശങ്ങളുടെ കാഴ്ചയ്ക്കൊപ്പം വയനാടൻ മലയോരങ്ങളും സഞ്ചാരികളെ ആകർഷിക്കും. എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ നല്ല ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം ഓഫ് റോഡും അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ ഈ അടുത്ത പ്രദേശത്തൊന്നും ഇത്രയും വ്യൂ ഉള്ള സ്പേസ് ഉണ്ടെന്ന് തോന്നില്ല. നല്ല കുറച്ചുകൂടി രാവിലെ ഒരു 6 ആ സമയത്ത് വരികയാണെങ്കിൽ സ്നോ അടക്കം കണ്ട് നല്ല എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഉരുതൂക്കിമലയ്ക്ക് ചരിത്രപരമായ സവിശേഷതകൾ ഏറെയുണ്ട്. പഴശ്ശിരാജയുടെ കാലടികൾ പതിഞ്ഞ മണ്ണാണെന്ന് പറയപ്പെടുന്നു. പഴശ്ശിയുടെ യാത്രയിൽ കയ്യിലുണ്ടായിരുന്ന ഉറി തൂക്കിയെന്നും ഇതാണ് പേരിന് പിന്നിലെന്നും പറയുന്നു. കേന്ദ്രത്തിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് സഞ്ചാരികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വയനാട് വരെ ഇത്രയും നല്ലൊരു വ്യൂ ആൾ കണ്ടിട്ടില്ല. ഏകദേശം ഒരുപാട് മല കണ്ടു. അപ്പോൾ അടിപൊളി വ്യൂ ആണിത്. വരേണ്ടത് മെയിൻ സേഫ്റ്റിയാണ് അവിടെ ഒരു വിഷയം വരുന്നത്. വന്നു നോക്കുമ്പോൾ ഇനിയും വരാൻ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഉറിതൂക്കി മലയുടെ വികസനത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചതായി അധികൃതർ പറയുന്നു. യോഗ്യമായ റോഡുകൾ നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 2 മലകളെ ബന്ധിപ്പിച്ച് റോപ്പ് വേ ഉൾപ്പെടെ ഒരുക്കിയാൽ ഏറെ ഗുണകരമാകുമെന്നാണ് സഞ്ചാരികളുടെ അഭിപ്രായം. ന്യൂസ് 18 നരിപ്പറ്റ. വയനാട് എടയ്ക്കൽ താഴ്വരയിലെ നെന്മേനി ഗോവിന്ദ മൂലച്ചിറയിൽ ടൂറിസം വികസനം സാധ്യമാകുന്നു. നെന്മേനി ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച വിനോദസഞ്ചാര പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകി. എടയ്ക്കൽ ഗുഹ, എഴുത്തുപാറ ഉൾപ്പെടെ ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മലനിരകളുടെ താഴ്വരയിലാണ് ഗോവിന്ദ മൂലച്ചിറ. മലനിരകളുടെ പശ്ചാത്തലത്തിൽ താഴ്വരയിലെ മനോഹരമായ പ്രദേശമാണ് ഇവിടം. ഇവിടെയാണ്
വിനോദസഞ്ചാര പദ്ധതി വരുന്നത്. ബോട്ട് സവാരി അടക്കമുള്ള ആകർഷകമായ പദ്ധതികൾക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 76 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ സിമൻറ്റ് ബെഞ്ചുകൾ, അതുപോലെ തന്നെ ടെൻറ്റ് ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ബോട്ടിങ്ങിനുള്ള കാര്യങ്ങൾ, കുട്ടികൾക്കുള്ള പാർക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് സഞ്ചാരികളെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇവിടേക്ക് ആകർഷിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നിരവധി സഞ്ചാരികൾ ദിവസവും എത്തുന്ന എടക്കൽ ഗുഹയ്ക്ക് സമീപമായതിനാൽ പദ്ധതി വിജയകരമാവുമെന്നാണ് കണക്കുകൂട്ടൽ. എടക്കൽ ഗുഹ, ഗോവിന്ദമൂലച്ചിറ, എഴുത്തുപാറ എന്നിവ ഉൾപ്പെടുത്തി ടൂറിസം കോറിഡോറും അതുവഴി ഗ്രാമപഞ്ചായത്തിന് വരുമാന വർധനവും കൂടുതൽ തൊഴിലവസരവുമാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 വയനാട്. ഇനി കാർഷിക കേരളം. വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പൊപ്പലു വാഴ കൃഷി ചെയ്യുകയാണ് ഇടുക്കിയിലെ ഒരു കർഷകൻ. കഞ്ഞിക്കുഴി വെൺമണി സ്വദേശി പുത്തൻപുരയ്ക്കൽ റജിയാണ് ഈ വിദേശ പഴം ഇടുക്കിയുടെ മണ്ണിൽ പരീക്ഷിക്കുന്നത്. വെൺമണിയിലെ കർഷകനായ റജിയുടെ പുരയിടത്തിലാണ് പൊപ്പുലു വാഴ വളരുന്നത്. ഇടുക്കിയിൽ അപൂർവമായേ ഈ വാഴയുള്ളൂ. വിദേശ ഇനമാണ്. രൂപത്തിലും വലിപ്പത്തിലുമെല്ലാം വ്യത്യസ്തം. പഴങ്ങൾക്കും ഔഷധഗുണം ഏറെയാണെന്നാണ് പറയപ്പെടുന്നത്. 6 മാസക്കാലമാണ് കുലയുടെ വളർച്ചാ കാലയളവ്. എനിക്ക് എൻ്റെ ഒരു ചേട്ടനാണ് ഈ വിത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലാണ് ഇത് കൂടുതലുമായി കൃഷി ചെയ്യപ്പെടുന്ന വാഴയാണ്. അപ്പോൾ യാദൃശ്യമായി എനിക്കൊരു വിത്ത് കിട്ടി. അത് ഞാൻ സംരക്ഷിച്ച് ഇത്ര ആക്കി ഇപ്പം നല്ലൊരു കൊലയാണ് വന്നേക്കുന്നത്. ഏകദേശം 7ഓളം പടലയുണ്ട്. ഒരു 10-18 കിലോ മുകളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴം ഒരിക്കൽ ഞാൻ കഴിക്കാൻ ഇടയായിട്ടുണ്ട്. നല്ല മധുരവും നല്ല ചെറിയൊരു പുളിയോട് കൂടിയാണ്. ഏകദേശം ഒരു 600ഓളം ഗ്രാം വലിപ്പം വെക്കുന്ന കായാണ് നിലവിലുള്ളത്. ഒരു കായയ്ക്ക് 600 ഗ്രാമിലധികം തൂക്കമുണ്ടാകും. പൊപ്പുലുപ്പഴം ഏറെ രുചികരമാണെന്നും റജി പറയുന്നു. വിദേശത്ത് നിന്നുള്ള പ്രത്യേകം ഇനമാണെങ്കിലും ഇടുക്കിയുടെ മണ്ണിലും വളർച്ചയുടെ കാര്യത്തിൽ പോരായ്മകളില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കുവാനാണ് റജിയുടെ തീരുമാനം. ന്യൂസ് 18 കഞ്ഞിക്കുഴി. ഇനി നോക്കാം അറിയിപ്പുകൾ. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി നാളെ മുതൽ 18 വരെ തിരുവനന്തപുരം പാപ്പനംകോട് മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള CSIR NIISTയിൽ വച്ചാണ് ഫെസ്റ്റ്. 60-ൽ പരം സ്റ്റാളുകളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. കർഷക സംഗമത്തിൽ പങ്കെടുക്കാൻ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. സപ്ലൈകോ വഴി നടപ്പാക്കുന്ന നെല്ല് സംഭരണ പദ്ധതിയുടെ 2022-23 രണ്ടാം വിള സീസണിലെ ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ മാർച്ച് 15 വരെ നീട്ടി. താൽപര്യമുള്ളവർ ഈ മാസം 15-നകം സപ്ലൈകോയുടെ നെല്ല് സംഭരണ ഓൺലൈൻ വെബ് പോർട്ടലായ www.supplyco.padi.in ൽ രജിസ്റ്റർ ചെയ്യണം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ 10,000 ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ നഴ്സറിയിൽ നടീൽ വസ്തുക്കൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. തുകൾ ആവശ്യമുള്ളവർ അടുത്തുള്ള റീജിയണൽ ഓഫീസിൽ അപേക്ഷ നൽകണം. www.rubberboard.government.in എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷ ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് റീജിയണൽ ഓഫീസുമായോ റബ്ബർ ബോർഡ് കോൾ സെന്ററുമായോ ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ജീവിക്കാൻ നിവർത്തിയില്ലാത്തതിനാൽ വൃക്കയും കരളും വിൽക്കാനൊരുങ്ങി ദമ്പതികൾ. ഇക്കാര്യം സൂചിപ്പിച്ച് വീടിന് മുമ്പിൽ പരസ്യ ബോർഡ് സ്ഥാപിച്ചതോടെ വീട്ടുകാരുടെ ഫോണുകളിലേക്ക് നാനാഭാഗങ്ങളിൽ നിന്നും ഫോൺ കോളുകളും വന്നു. തിരുവനന്തപുരം മണക്കാട് സ്വദേശികളായ ദമ്പതികളാണ് ആന്തരികാവയവങ്ങൾ വിൽക്കാനുണ്ടെന്ന് കാണിച്ച് ബോർഡ് സ്ഥാപിച്ചത്. മണക്കുട്ടൻ റോഡിലൂടെയുള്ള യാത്രക്കിടെ ശ്രദ്ധയിൽപ്പെട്ട ഈ പരസ്യ ബോർഡ് കണ്ടാണ് ഞങ്ങൾ വാഹനം നിർത്തിയത്. ബോർഡിലെ മൊബൈൽ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്ന് മറുപടി. ഉപജീവന മാർഗമായിരുന്ന ഒറ്റമുറി ജ്യൂസ് കടയിൽ മറ്റൊരാൾ സ്ഥിരതാമസമാക്കിയതോടെ കട നിർത്തേണ്ടി വന്നു. കൂട്ടിന് 10 ലക്ഷം രൂപയുടെ കടവും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം പരാതി നൽകിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല.
ദുരിതകഥ വിവരിക്കുമ്പോൾ സന്തോഷ് കുമാറിന്റെയും ഷീലയുടെയും മുഖത്ത് നിഴലിക്കുന്നത് നിസ്സഹായതയുടെ ഭാവങ്ങൾ. ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് എല്ലാ വഴികളും അടഞ്ഞു. ഉള്ള ജീവിതമാർഗത്തിന് സഹോദരൻ തട്ടിയെടുത്ത് വെച്ചുകൊണ്ട് മാത്രമാണ്. ഇനി വേറെ ഒരു വഴി എൻ്റെ മുന്നിലില്ല. കാരണം ഞാൻ ഈ താമസിക്കുന്ന വാടകയ്ക്കാണ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു തൊഴിലില്ല, വാടക കൊടുക്കാൻ നിവർത്തിയില്ല. ഈ വീട് മാറിപ്പോകാനായിട്ട് ഈ വീടിൻ്റെ വാടക 6500 രൂപ. ചെറിയ വീടെടുത്ത് പോകാൻ നോക്കി കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കാൻ പൈസയില്ല. അപ്പോൾ ഏറ്റവും അവസാനത്തെ മാർഗമാണ് ഞാൻ നിയമവിരുദ്ധമെന്ന് എനിക്കറിയാം. ഗവൺമെൻറ് കണ്ണിൽ നിയമവിരുദ്ധമാണ് ഞാൻ ചെയ്യുന്നുള്ള കാര്യം ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ ബോർഡ് ഞാൻ ഇട്ടത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യ ബോർഡ് വൈറലായതോടെ പോലീസും ജില്ലാ ഭരണകൂടവും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ പരിഹാരം വൈകിയാൽ പോംവഴി ആന്തരിക അവയവങ്ങൾ വിൽക്കുക മാത്രമാണെന്ന് സന്തോഷ് കുമാർ പറയുന്നു. സർക്കാർ ഇത് അതായത് ഇത് കാണണം. ഈ സംഭവം ഞാൻ പറയുന്ന കാര്യങ്ങൾ കണ്ട് എൻ്റെ ഈ സങ്കടത്തിന്, എൻ്റെ ജീവിതമാർഗത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ ഞാനിത് വിൽക്കാൻ തയ്യാറാവും. അല്ലെങ്കിൽ എനിക്കിതേ മാർഗം. 2006 മുതൽ തുടങ്ങിയ നിയമ പോരാട്ടത്തിന് ഇനിയെങ്കിലും ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 തിരുവനന്തപുരം. മഹാകവി കുമാരനാശാന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയിൽ നടക്കുന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. കുമാരനാശാന്റെ കാവ്യജീവിതവും സംഭാവനകളും വ്യക്തമാക്കുന്ന ചിത്രപ്രദർശനം മാർച്ച് 15-ന് സമാപിക്കും. കുമാരനാശാന്റെ വാസസ്ഥലവും തിരുവിതാംകൂർ നിയമസഭാ സാമാജികനായുള്ള ചരിത്രവും കാവ്യജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ തലമുറ ആളുകൾ ആശാനെ പോലെയുള്ള വ്യക്തിയെ ഓർക്കുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അദ്ദേഹത്തെ ഇന്നത്തെ കാലത്ത് പഠിക്കുന്നത് പോലും ജസ്റ്റ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുക എന്നല്ലാതെ അദ്ദേഹത്തെ ഓർക്കാനോ അദ്ദേഹത്തെ ജീവിത ചരിത്രങ്ങൾ മനസ്സിലാക്കാനോ പുതിയ തലമുറ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള 150ാം വാർഷികത്തിൽ ഇങ്ങനെയുള്ള പരിപാടി നടക്കുമ്പോൾ ആശാനെക്കുറിച്ച് ഓർക്കാനും ആശാൻ്റെ കവിതകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ശ്രീജ പള്ളം, കണ്ണൻ ഇമേജ്, ശാന്തൻ മാസ്റ്റർ, ശ്രീവത്സൻ എന്നിവർ വരച്ച ഛായാചിത്രങ്ങളും മറ്റൊരു പ്രത്യേകതയാണ്. ന്യൂസ് 18 പാലക്കാട്. തലസ്ഥാനത്തെ ത്രസിപ്പിച്ച റഷ്യൻ നൃത്ത സംഗീതോത്സവം. റഷ്യയിലെ പ്രശസ്ത അൽത്തായി സംഘമാണ് പരിപാടി അവതരിപ്പിച്ചത്. അൽത്തായി സർക്കാർ ഡെപ്യൂട്ടി ചെയർമാൻ വിറ്റാലി സ്നേസൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. റഷ്യൻ പരമ്പരാഗത നൃത്തരൂപങ്ങൾ, വിവിധ തരത്തിലും നിറത്തിലുമുള്ള വേഷവിധാനങ്ങൾ, റഷ്യൻ ഗ്രാമങ്ങളുടെ സംസ്കാരം പ്രതിഫലിപ്പിച്ച് കലാകാരന്മാർ വേദിയിൽ നിറഞ്ഞാടി. റഷ്യയിലെ സൈബീരിയൻ പ്രവിശ്യയായ അൽത്തായിൽ നിന്നുള്ള 35ഓളം കലാകാരന്മാരാണ് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചത്. പരമ്പരാഗത റഷ്യൻ നൃത്തരൂപങ്ങൾക്കു പുറമെ പരിപാടിക്ക് മാറ്റുകൂട്ടി ജിപ്സി ഡാൻസും നേവി ഡാൻസും റഷ്യൻ നാടോടി സംഗീതവും. അൽത്തായി റീജിയണൽ സർക്കാരും റഷ്യൻ ഹൌസും റഷ്യയുടെ ഓണററി കോൺസുലേറ്റും കേരള യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് നൃത്തോത്സവം സംഘടിപ്പിച്ചത്. പാളയം കോബാങ്ക് ടവേഴ്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കശ്മീരിൽ നിന്ന് പ്രഭാത കേരളവുമായി പ്രദീപ് പിള്ള ചേരും. നമസ്കാരം.